സ്വാതന്ത്ര്യദിനത്തിന്റെ ഒരുക്കത്തിലാണ് ഭാരതം. ജനഗണമന എന്ന് കേൾക്കുമ്പോൾ ഓരോ ഭാരതീയനിലും ദേശസ്നേഹമുണരും. തന്റെ രാജ്യം എന്ന വികാരം ആരിലും ആവേശവും അഭിമാനവും ജ്വലിക്കും. രാജ്യം 78ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ദേശീയഗാനം ഉണർത്തുന്ന അലയൊലികൾ നിസ്സാരമല്ല. ദേശീയഗാനം ആലപിക്കുമ്പോൾ പുലർത്തേണ്ട ചില മര്യാദകളും ചിട്ടവട്ടങ്ങളുമുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഏതൊരു കൊച്ചുകുട്ടിക്കും പാലിക്കാൻ കഴിയുന്നത്ര ലളിതമായ ചിട്ടകളാണ് അവ. ഏതാണ്ട് 52 സെക്കൻഡ് നേരം നീണ്ടു നിൽക്കുന്നതാണ് ദേശീയ ഗാനാലാപനം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആദ്യത്തെയും അവസാനത്തെയും 2 വരികൾ മാത്രമായി ആലപിക്കാറുണ്ട്. ഇത് 20 സെക്കൻഡ് നേരത്തിനുള്ളിൽ അവസാനിക്കും. സിവിൽ മിലിറ്ററി അവരോഹണ ചടങ്ങുകളിലും അതുപോലെ തന്നെ ഗവർണർ അടക്കമുള്ള പദവികളിൽ ഇരിക്കുന്നവരുടെ സല്യൂട്ട് സ്വീകരണ ചടങ്ങുകളിലും പരേഡുകളിലും പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടികളിലുമെല്ലാമാണ് ഔദ്യോഗികമായി ദേശീയ ഗാനാലാപനം നടക്കുക. പൂർണ്ണമായും ആലപിക്കേണ്ടതുണ്ട് ഇവിടങ്ങളിൽ. സ്കൂളുകളിൽ ദൈനംദിന പ്രവൃത്തികൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ദേശീയ ഗാനാലാപനം ആകാവുന്നതാണ്. ദേശീയ ഗാനാലാപനം ചെയ്യാവുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. അവയെല്ലാം പട്ടികപ്പെടുത്താൻ സാധിക്കില്ല. ദേശീയഗാനം ബാൻഡുമേളമായാണ് വരുന്നത് എങ്കിൽ തുടങ്ങുന്നതിന് മുമ്പായി ഡ്രംസിൽ ചെറിയ ഒരു താളം ഡ്രം റോൾ പിടിക്കണം. ദേശീയ ഗാനാലാപനം തുടങ്ങുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള സൂചനയാണ് ഇത്. ദേശീയഗാനം ആലപിക്കുന്നവർ അറ്റൻഷനായി നിന്ന് വേണം ആലാപനം ചെയ്യാൻ. അംഗവിക്ഷേപങ്ങൾ ഒഴിവാക്കണം. ഔദ്യോഗിക പരിപാടികളിൽ നിർദ്ദിഷ്ടമായ ശൈലിയിൽ നിന്ന് മനഃപൂർവ്വം വ്യതിചലിച്ച് പാടാൻ പാടില്ല. അങ്ങനെ പാടുന്നത് അനുചിതമാണ്. ദേശീയഗാനാലാപനം നടക്കുമ്പോൾ കാണികൾക്ക് എഴുന്നേറ്റ് അറ്റൻഷനായി നിൽക്കാവുന്നതാണ്. കൈകൾ സാധാരണ പോലെ താഴേക്ക് തൂക്കിയിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ ശൈലി. തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാം. സിനിമയുടെ തുടക്കത്തിലോ ഡോക്യുമെന്ററികളിലോ ദേശീയ ഗാനാലാപനം നടക്കുമ്പോൾ കാണികൾ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ദേശീയഗാനത്തെ ബഹുമാനിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് തിയേറ്ററിനുള്ളിൽ ക്രമരാഹിത്യം സൃഷ്ടിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. ഇത് ദേശീയഗാനത്തെ ബഹുമാനിക്കുന്നതിനേക്കാൾ അവഹേളിക്കുന്നതിനാണ് വഴിവെക്കുക. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ജനഗണമന എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ത്യയുടെ ദേശീയഗാനം. പൂർണ്ണരൂപത്തിൽ ഈ ഗാനത്തിന് 5 ചരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ചരണമാണ് ദേശീയഗാനം. 1950 ജനുവരി 24-ാം തീയതി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇതിനെ ദേശീയഗാനമായി അംഗീകരിച്ചു. 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 28ാം വാർഷികം കൽക്കത്തയിൽ ആഘോഷിച്ചപ്പോൾ ആദ്യമായി ഇത് ആലപിച്ചു. 1912 ജനുവരിയിൽ തത്വബോധി എന്ന പത്രികയിലാണ് ഭാരത് വിധാത എന്ന ശീർഷകത്തിൽ ഈ ഗാനം ആദ്യം പ്രസിദ്ധീകൃതമായത്. തത്വബോധിനി പത്രികയുടെ പത്രാധിപർ രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം എന്നിവ ആഘോഷിക്കുമ്പോഴും മറ്റ് ഔദ്യോഗിക ചടങ്ങുകളുടെ ആരംഭത്തിലും ചില നിശ്ചിത ചടങ്ങുകളുടെ അന്ത്യത്തിലും ദേശീയഗാനം ആലപിക്കണം എന്ന് ചട്ടമുണ്ട്. വിദേശ ഭരണാധികാരികൾ ഭാരതം സന്ദർശിക്കുമ്പോഴുള്ള ചടങ്ങുകളിലും ഭാരതം വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഔദ്യോഗികമായി പങ്കെടുക്കുന്ന ചടങ്ങുകളിലും ബന്ധപ്പെട്ട 2 രാജ്യത്തിന്റെയും ദേശീയഗാനങ്ങൾ ആലപിക്കണമെന്നാണ് വ്യവസ്ഥ. അന്തർദേശീയ കലാകായിക മേളകളിലും മറ്റും ഓരോ രാജ്യത്തിന്റെയും പ്രതിനിധികൾ സമ്മാനിതരാകുമ്പോൾ അതത് രാജ്യത്തിന്റെ ദേശീയഗാനം ആലപിക്കുന്ന സമ്പ്രദായം അന്തർദേശീയമായി അംഗീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.